ഇത് മേട, വിളക്കുമാടത്തിൻ്റെ അഭിമാന സ്തംഭമായി നിൽക്കുന്ന ഒരു ഗൃഹം. ഈ മേടയെപ്പറ്റി പറയുമ്പോൾ ആദ്യമായി സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ തൂണ്. ഇത് ഒറ്റക്കല്ലിൽ തീർത്ത, ചെങ്കല്ലിൽ തീർത്ത തൂണാണ്. ഇത്തരത്തിലുള്ള ഏകദേശം 28ഓളം തൂണുകൾ ഈ മേടയ്ക്ക് ചുറ്റുമായിട്ട് ഉണ്ട്. ഈ മേട എന്ന് പറയുമ്പോൾ വിളക്കുമാടംകാരെ സംബന്ധിച്ച് ഒരു വിശ്രമ കേന്ദ്രമാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഇത് ഒരു പഴമയുടെ പ്രതീകമാണ്. ഇത് കള്ളിവേലിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ സ്വത്താണ് ഇപ്പോഴും. അവര് പണ്ട് ഏകദേശം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 800 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ നെല്ലും അതോടൊപ്പം തന്നെ തേങ്ങയും സൂക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഗൃഹം മാത്രമായിരുന്നു ഇത്. ഈ മേടയിൽ പ്രത്യക്ഷത്തിൽ കാണുമ്പോഴെന്ന് പറയുമ്പോൾ സാധാരണക്കാരായി ഈ മേടയെക്കുറിച്ച് മുൻകാല പരിചയമില്ലാത്ത ആൾക്കാർ കാണുമ്പോൾ 2 നിലയെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ മേടയ്ക്ക് 4 നിലകളുണ്ട്. ഒന്ന്, ഭൂമിക്കടിയിൽ, ഇവിടെയാണ് ഏറ്റവും അടിയിലായിട്ടാണ് തേങ്ങ സൂക്ഷിച്ചിട്ടുണ്ട്, ഏറ്റവും അടിയിലാണ്. ഇത് 2ാമത്തെ നില, ഇത് 3ാമത്തെ നില. ഇതിനും മുകളിലായി ഒരു നില കൂടിയുണ്ട്. നമുക്കാർക്കും തോന്നത്തില്ല, ഇതിനും മുകളിലായി ഒരു നില കൂടിയുണ്ട്. അപ്പോൾ 4 നിലകളിൽ ഈ പ്രദേശത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന ഒരു ഗൃഹമായിട്ട് മാറിയിരിക്കുന്ന ഒന്നാണ് ഈ മേട. ഈ മേട ഇന്ന് കേരളീയർക്ക് ഒരുപക്ഷെ ഭാരതത്തിന് തന്നെ സുപരിചിതമായ ഒരു കേന്ദ്രമാണ്. അതിന് പ്രധാന കാരണം ഏകദേശം 12ഓളം സിനിമകൾ ഇതുവരെ ഈ മേടയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമകളൊക്കെ ഇന്ന് ജനങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. ആ സിനിമ കണ്ട ആൾക്കാരുടെ മനസ്സിലിപ്പോഴും ഈ മേടയുടെ ചിത്രം തെളിയുന്നുമുണ്ട്. മേടയ്ക്ക് ചുറ്റുമായി കാണപ്പെടുന്ന പ്രദേശം, പാടമെന്ന ഓമന പേരിൽ നമ്മളെല്ലാം ആസ്വദിച്ച് വിളിക്കുന്ന പ്രദേശം. ഈ പാടത്തെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ പാടത്തെ ആശ്രയിച്ചുകൊണ്ട് ഏകദേശം 60ഓളം കുടുംബങ്ങൾ അവരുടെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കാണുന്ന കർഷകർ, ഇത്തരത്തിലുള്ള ഒരുപാട് കർഷകരെ നമുക്ക് സായങ്കാലങ്ങളിൽ ഈ പ്രദേശത്ത് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ ഉപജീവന മാർഗം അതിലൊരു പങ്ക് വഹിക്കുന്നത് ഈ പാടമാണ്. അതും ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ മേടയ്ക്ക് ചുറ്റും, അല്ലെങ്കിൽ മേടയെ ചുറ്റിപ്പറ്റി കാണുന്ന പ്രദേശമാണ്. ഇതും ഈ മേടയുടെ ഉടമസ്ഥരായിട്ടുള്ള കള്ളിവേൽ കുടുംബത്തിലെ, അല്ലെങ്കിൽ കള്ളിവേൽ കുടുംബത്തിൻ്റെ സ്വത്തായിട്ട് ഇപ്പോഴും നിലനിന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഈ മേടയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പുറകിലായി കാണുന്ന ഈ ഒരു താഴ് നമ്മൾ മോഹൻലാൽ സിനിമയിൽ കണ്ടിട്ടുള്ള മണിച്ചിത്ര താഴാണ് ഈ കാണുന്നത്. ഈ താഴിന് 800ഓളം വർഷം പഴക്കമുണ്ട് എന്നാണ് ഇതിൻ്റെ ഉടമകൾ അവകാശപ്പെടുന്നത്. അപ്പം അത്രയും പഴമ ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്ന ഈ മേട സംരക്ഷിച്ചു പോരുന്ന ആ കുടുംബത്തിന് ഞങ്ങൾ വിളക്കുമാടംകാരുടെ മുഴുവൻ ആൾക്കാരുടെയും സ്നേഹം അവരിലേക്ക് അർപ്പിച്ചുകൊണ്ട്